മറഞ്ഞിരിക്കുന്ന വയലുവാങ്ങാൻ മതിമാൻ സകലതും കൈവെടിയും അതിമോഹനം സ്വർഗരാജ്യം നേടാൻ അവനിലേതുമെ ത്യജിച്ചിടണം. നിധി മറഞ്ഞിരിക്കുന്ന വയലുവാങ്ങാൻ മതിമാൻ സകലവും കൈവെടിയും അതിമോഹനം സ്വർഗരാജ്യം നേടാൻ അവനിലേതുമെ ത്യജിച്ചിടണം. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വിശ്വാസികളായ സഹോദരങ്ങളുടെ ഇടയിൽ സ്വത്തിനു വേണ്ടിയുള്ള തർക്കങ്ങളും വ്യവഹാരങ്ങളും ഇന്ന് വളരെ കൂടുതലാണ്. കേസ് നടത്തുകയും അതോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾ അഭക്തന്മാരുടെ മുൻപിൽ വ്യവഹാരത്തിന് പോകുന്ന വിശ്വാസികൾ. 1 കൊരിന്ത്യർ 6:1. സ്വത്തിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ യേശുക്രിസ്തുവിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു എന്ന് ലൂക്കോസ് 12:13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. 2 സഹോദരങ്ങൾ തമ്മിൽ വസ്തു ഭാഗം ചെയ്യുന്നത് സംബന്ധിച്ച് തർക്കമുണ്ടായി. ഒത്തുതീർപ്പിനുള്ള എല്ലാ മാർഗങ്ങളും അടഞ്ഞതുകൊണ്ടായിരിക്കാം അവരിൽ ഒരുവൻ യേശുവിനെ സമീപിച്ചു. സാധാരണയായി രോഗസൗഖ്യത്തിനും വചനം കേൾക്കുന്നതിനുമൊക്കെയായിരുന്നു ജനങ്ങൾ യേശുവിനെ സമീപിച്ചിരുന്നത്. ഇപ്പോൾ ലൗകികമായി കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നവുമായി യേശുവിൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. ഈ വ്യക്തി പറയുന്നത്, ഗുരു, എനിക്കും എൻ്റെ സഹോദരനും തമ്മിൽ സ്വത്ത് സംബന്ധിച്ച് തർക്കമുണ്ട്, അത് നീ തീർത്തു തരണം. ലൂക്കോസ് 12:13. അവകാശം പകുതി ചെയ്യുവാനുള്ള ആവശ്യം തീർച്ചയായും ദ്രവ്യാഗ്രഹത്തിൻ്റെ കൂടുതൽ നിമിത്തം ആയിരിക്കാം. സ്വന്തം സഹോദരനിൽ നിന്ന് പരമാവധി സ്വത്ത് പിടിച്ചു വാങ്ങണം എന്ന് ആ മനുഷ്യൻ നിർബന്ധം ഉണ്ടായിരുന്നു. വിശ്വാസികളായിരിക്കുന്ന നമ്മിൽ പലരിലും ഈ പ്രവണതയിലെ അതിരുകൾ മാന്തുകയും കേസുകൾ നടത്തി അന്യൻ്റെ സ്വത്ത് കൈവശപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിശ്വാസി. വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ മുള്ളിനിടയിൽ വീണ വിത്ത് മുളച്ചു വന്നപ്പോൾ മുള്ളു വളർന്ന് നല്ല വിത്തിനെ ഞെരുക്കിക്കളഞ്ഞു എന്നതിൻ്റെ അർത്ഥം വിശദീകരിച്ചുകൊണ്ട് കർത്താവ് പറയുന്നത്, ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും നമ്മിലുള്ള വചനത്തെ ഞെരുക്കിക്കളയുന്നു. മത്തായി 13:22. ധനം അതിൽ തന്നെ തെറ്റല്ല, എങ്കിലും ധനത്തെക്കുറിച്ചുള്ള ചിന്തയും ധനം കൈവശപ്പെടുത്തുന്നതിന് വളഞ്ഞ വഴിയിൽ കൂടി പരിശ്രമിക്കുകയും ചെയ്യുന്നത് നമ്മിലുള്ള വിശ്വാസ അനുഭവത്തെ തകർത്ത് കളയുന്നു. അതുകൊണ്ട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളണം എന്ന കർത്താവ് പറയുന്നത് ലൂക്കോസ് 12:14. കർത്താവ് ഈ മനുഷ്യനോട് ഒരു ചോദ്യം ചോദിച്ചു, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ? 12:13. കർത്താവ് പറയുന്നത്, വസ്തു ഭാഗം ചെയ്ത് നൽകുക എന്നത് എൻ്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടതല്ല. ഞാൻ വന്നത് ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി എൻ്റെ ജീവനെ മറുവിലയായി നൽകുന്നതിനും ആണ്. കർത്താവ് പറയുന്ന ഒരു ഉപമയാണ് ധനവാനും എന്നാൽ ഭോഷനുമായ ഒരുവൻ്റെ ഉപമ. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയുന്ന ഈ ധനവാനോട് കർത്താവ് ചോദിക്കുന്നത്, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ലൂക്കോസ് 12:20. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അന്തിമാഭിലാഷം വളരെ ശ്രദ്ധേയവും വിചിത്രവുമായ ഒന്നായിരുന്നു. എൻ്റെ മൃതദേഹം ശ്മശാനത്തിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്ന വഴിയിൽ ഞാൻ ശേഖരിച്ചു വച്ചിട്ടുള്ള സ്വർണം, വെള്ളി നാണയങ്ങൾ എല്ലാം വിതറിയിടണം. ഞാൻ ആർത്തിയോടും വീറോടും സമ്പാദിച്ചു കൂട്ടിയതിൽ നിന്ന് ഒരു ചെറുതരി പോലും കൊണ്ടുപോകുവാൻ സാധിച്ചില്ല എന്നത് അതിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ കൂടി അദ്ദേഹം നമ്മോട് പറയുന്നത്, ധനസമ്പാദനത്തിന് പിന്നാലെ പരക്കം പായുന്നതും മനസാക്ഷിയെ വഞ്ചിച്ചും ധാർമ്മികത വെടിഞ്ഞും ശേഖരിച്ചു വയ്ക്കുന്നത് എല്ലാം വൃഥാവാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നത്, എൻ്റെ മൃതശരീരം വയ്ക്കുന്ന പേടകത്തിൽ എൻ്റെ ഇരു കൈകളും പുറത്തേക്കിട്ടിരിക്കണം. ഞാൻ ലോകത്തിലേക്ക് വന്നത് ശൂന്യമായ കൈകളോടെയാണ്, ഇവിടെ നിന്ന് പോകുന്നതും ശൂന്യമായ കരങ്ങളോടെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
മനുഷ്യനെന്ന നിലയിൽ നമ്മളുടെ സമയത്തിൻ്റെയും താലന്തിൻ്റെയും വലിയ ഒരംശം ചെലവിടുന്നത് ധനസമ്പാദനത്തിനെക്കുറിച്ചുള്ള കണക്കുകൂട്ടലിലാണ്. എങ്ങനെ ഏതു മാർഗത്തിൽ കൂടി ധനം സമ്പാദിക്കാം, ആ ഒരു ചിന്ത നമ്മെ അലട്ടുന്ന ഒന്നല്ലേ? സഹോദരനുള്ളത് കൂടി കൈവശപ്പെടുത്തി ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിച്ച് അതിൻ്റെ പെരുപ്പത്തിൽ സന്തോഷിക്കുന്ന വിശ്വാസിയോട് കർത്താവ് പറയുന്നത്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവീൻ. ഈ ലോകത്തിൻ്റെ സ്നേഹിതനാണ് ദ്രവ്യത്തിനു വേണ്ടി പരക്കം പായുന്നത്. ദ്രവ്യപ്രിയൻ എത്ര ദ്രവ്യം കിട്ടിയാലും തൃപ്തി വരില്ല. സഭാപ്രസംഗി 5:10. എന്നാൽ ദ്രവ്യാഗ്രഹം വെറുക്കുന്നവൻ ദീർഘായുസോടെ ഇരിക്കും. സദൃശവാക്യങ്ങൾ 28:16. യാക്കോബ് 4:4 പറയുന്നത്, ഈ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി തീരുമെന്ന്. നാം ദൈവത്തിൻ്റെ ശത്രുവോ അതോ ദൈവത്തിൻ്റെ മിത്രമോ? നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാം. എബ്രായ ലേഖനം 13:5 കർത്താവേ, നീ എനിക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് എല്ലായ്പ്പോഴും നന്ദിയുള്ളവനായിരിക്കാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. പഴകി നശിച്ചിടുമിവിടെയെല്ലാം പലതര കീടങ്ങൾ അശിച്ചിടുമേ. പഴകി നശിച്ചിടുമിവിടെയെല്ലാം പലതര കീടങ്ങൾ അശിച്ചിടുമേ. അപഹരിച്ചവരന്മാർ സ്വന്തമാക്കും ഇവിടത്തെ സമ്പത്തു നശ്വരമേ. അപഹരിച്ചവരന്മാർ സ്വന്തമാക്കും ഇവിടത്തെ സമ്പത്തു നശ്വരമേ. നിധി മറഞ്ഞിരിക്കുന്ന വയലുവാങ്ങാൻ മതിമാൻ സകലതും കൈവെടിയും. അതിമോഹനം സ്വർഗരാജ്യം നേടാൻ അവനിലേതുമെ ത്യജിച്ചിടണം. ഒരു നവഭൂമിയും ആകാശവും ഒരുക്കുന്നു മാനവത്തേശുനാഥൻ. ഒരു നവഭൂമിയും ആകാശവും ഒരുക്കുന്നു മാനവത്തേശുനാഥൻ. അവിടില്ല വേദന കണ്ണുനീരും മൃതിയില്ല പീഡകളേതുമില്ല. അവിടില്ല വേദന കണ്ണുനീരും മൃതിയില്ല പീഡകളേതുമില്ല. നിധി മറഞ്ഞിരിക്കുന്ന വയലുവാങ്ങാൻ മതിമാൻ സകലവും കൈവെടിയും. അതിമോഹനം സ്വർഗരാജ്യം നേടാൻ അവനിലേതുമെ ത്യജിച്ചിടണം. ജനിക്കുവാൻ മൃതി പുണരാം, അവിടലസിക്കുവാൻ നിലപിച്ചിടാം. അവിടെ ജനിക്കുവാൻ മൃതി പുണരാം, അവിടലസിക്കുവാൻ നിലപിച്ചിടാം. അവിടെ നല്ലോഹരി നേടിടുവാൻ ഇവിടെയെല്ലാം കൈവെടിയാം. അവിടെ നല്ലോഹരി നേടിടുവാൻ ഇവിടെയെല്ലാം കൈവെടിയാം. നിധി മറഞ്ഞിരിക്കുന്ന വയലുവാങ്ങാൻ മതിമാൻ സകലതും കൈവെടിയും. അതിമോഹനം സ്വർഗരാജ്യം